ഇത്തവണത്തെ ഈ ആഴ്ചയിലെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് അർജുനെയാണ്. ജിൻഡോ നോമിനേറ്റ് ചെയ്തത് ഗബ്രിയെയും നോറയെയുമാണ്. റസ്മിൻ ബായി നോമിനേറ്റ് ചെയ്തത് ജാൻമണി ശ്രീലേഖ. ശ്രീതു നോമിനേറ്റ് ചെയ്തത് ഗബ്രി ജാസ്മിൻ. ശരണ്യയുടെ നോമിനേഷൻ ഗബ്രി ജാസ്മിൻ. നോറ ജസ്മിൻ ഗബ്രി. അപ്സര യമുന ഗബ്രി. ഋഷി ജാസ്മിൻ ശ്രീരേഖ. അൻസിബ ഗബ്രി ജാസ്മിൻ. അർജുൻ്റെ നോമിനേഷൻ യമുന ഗബ്രി. ശ്രീരേഖ ഗബ്രി ജാസ്മിൻ. ജാൻമണി ഗബ്രി ജാസ്മിൻ. യമുന അൻസിബ ഗബ്രി. ഗബ്രി അൻസിബ ജാൻമണി. ജാസ്മിൻ ശ്രീതു ജാൻമണി. സിജോ യമുന നോറ. ആകെ വോട്ടുകൾ ലഭിച്ചത് ഗബ്രിക്ക് 10 വോട്ടുകളാണ് നോമിനേഷൻ ലഭിച്ചത്. ജാസ്മിന് 7 വോട്ടുകൾ. ശ്രീരേഖയ്ക്ക് 2 വോട്ടുകളും യമുനയ്ക്ക് 3 വോട്ടും ജാൻമണിക്ക് 3 വോട്ടും നോറ 2 അൻസിബ 2. ഇത്രയും പേരാണ് നോമിനേഷനിൽ ഈ ആഴ്ച വന്നിരിക്കുന്നത്. എന്തായാലും നോമിനേഷനൊക്കെ ബിഗ് ബോസ് നടത്തി എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ നെക്സ്റ്റ് വീക്ക് ആ വീട്ടിൽ നിന്ന് ആരും പുറത്താവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാൻ ബിഗ് ബോസ് നോമിനേഷൻ എല്ലാ ആഴ്ചയും നടത്തുന്നത് പോലെ നടത്തിയെന്ന് മാത്രം. എന്തായാലും ഈ ആഴ്ച റോക്കി വീട്ടിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈസ്റ്ററുമാണ്, അതുകൊണ്ട് ഈ 2 കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ നിന്നും ആരെയും പുറത്തുവിടാൻ ബിഗ് ബോസ് ഉദ്ദേശിക്കില്ല എന്നുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് ഊഹിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ നോമിനേഷനിൽ വന്നവരിൽ ഇത്തവണ പോകാനായിട്ട് ഏറ്റവും ചാൻസ് ഉള്ള 2 മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് യമുനയും ഗബ്രിയും ജാൻമണിയും ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവരിൽ ആരെയും തന്നെ ബിഗ് ബോസ് ഈ ആഴ്ച പുറത്താക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറുതെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ നടത്തിയെന്ന് മാത്രം. ചിലപ്പോൾ ലാലേട്ടൻ വന്നിട്ട് പറയും ഈ നോമിനേഷൻ ഇതേപോലെ നെക്സ്റ്റ് വീക്കും തുടരുന്നു എന്ന് ചിലപ്പോൾ പറയാം. ചിലപ്പോൾ പുതിയ നോമിനേഷൻ ലിസ്റ്റും പറയാം. എന്തായാലും ഈ ആഴ്ച വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്.